കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പയാണിത്. പിന്നെ 1 കിലോ എല്ലോട് കൂടിയ ബീഫ് എടുത്തിട്ടുണ്ട്. അതും വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത ബീഫാണ്. പിന്നെ ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. ഈ ബീഫ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഈ മസാല എല്ലാം ഇറച്ചിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ കപ്പ വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കപ്പ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അര വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കപ്പ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. കപ്പ 2 പ്രാവശ്യമായിട്ട് തിളപ്പിക്കുന്നത് അതിൽ ഊറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല. ചില കപ്പയ്ക്ക് നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ആ കയ്പ്പിൻ്റെ രസമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്രാവശ്യം ഇത് ഊറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇറച്ചിക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലെ 2 സവാളയും 1 പിടി ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നീട് ചതച്ചെടുക്കാൻ വേണ്ടി 3 പച്ചമുളകും ഇതുപോലെ 4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലെ പ്രഷറെല്ലാം പോയി നമുക്കിത് തുറന്നെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇറച്ചിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചിയിലും കപ്പയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുക്കാൻ.
ഇപ്പോൾ ഉള്ളി ഇവിടെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ടും ഇളക്കണ്ട, കുറച്ചൊന്ന് സൈഡ് ഇതാക്കിയിട്ട് ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലിഡ് അടച്ച് വെച്ച് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇറച്ചിയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്ത കപ്പയും ഇറച്ചിയുടെ കൂട്ടിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പയും ഇറച്ചിയും തമ്മിൽ നല്ലപോലെ മിക്സായി വരണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെരി ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്